Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഹായ്, എല്ലാവർക്കും നമ്മെ ചലിപ്പിക്കുന്ന, വേട്ടയാടുന്ന, എന്തുകൊണ്ടാണ് സിനിമ ഇപ്പോഴും പ്രസക്തമാകുന്നതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കഥകൾ തേടുന്ന മൂവി സ്റ്റെല്ലാറിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ സത്യം പറയാം, എനിക്ക് സൂപ്പർ ഹീറോ ഫെറ്റീഗ് വന്നിരുന്നു. സത്യത്തിൽ ബിഗ് സ്ക്രീനിലെ വൻ ബഡ്ജറ്റിലുള്ള ആക്ഷൻ നിറഞ്ഞ എന്തിനോടും ഒരുതരം പ്രേക്ഷകർക്ക് സ്ഫോടനങ്ങളും CGI-യും അനാവശ്യ ഹൈപ്പും മടുത്തു എന്ന പോലെ. അവർക്കിപ്പോൾ വേണ്ടത് ഹൃദയമുള്ള കഥകളാണ്. അടുത്തിടെ ടൂറിസ്റ്റ് ഫാമിലി, ഡ്രാഗൺ, തുടരും, ഹൃദയപൂർമ്മം, എന്തിന് സൂപ്പിലെ സൂപ്പ് പോലുള്ള സിനിമകൾ പോലും വലിയ മാർക്കറ്റിംഗോ കൃത്രിമമായ ഫേക്ക് ഫോമോ ഇല്ലാതെ തന്നെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി. ഒടുവിൽ ആ സിനിമ ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടി ഞാൻ ഹുസൂർ വരെ യാത്ര ചെയ്തു. ഞാൻ സമ്മതിക്കുന്നു, ആ പ്രയത്നം തികച്ചും മൂല്യമുള്ളതായിരുന്നു. ലോക ഒരു കാര്യം വളരെ വ്യക്തമായി തെളിയിക്കുന്നു: മലയാള സിനിമ പ്രവർത്തിക്കുന്നത് മറ്റൊരു തരംഗദൈർഘ്യത്തിലാണ്. മറ്റ് ഇൻഡസ്ട്രികൾ ട്രെൻഡുകൾക്ക് പിന്നാലെ പായുമ്പോൾ ഇത് ക്രാഫ്റ്റിൽ നിക്ഷേപിക്കുന്നു. ഇത് വെറുതെ പിന്തുടരുകയല്ല, മറിച്ച് കഥ പറച്ചിൽ എങ്ങനെയാകണം എന്ന് നിർവചിക്കുന്ന ഒരു. ഡൊമിനിക് അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച ലോക ചാപ്റ്റർ 1 ചന്ദ്ര, വാമ്പയറിസം എന്ന വളരെ വിദേശീയമായൊരു ആശയത്തെ നമ്മുടെ മണ്ണിലേക്ക് കൊണ്ടുവരികയും അതിനെ ഇന്ത്യൻ നാടോടി കഥകളിൽ വേരൂന്നിപ്പിക്കുകയും ചെയ്യുന്നു. പടിഞ്ഞാറ് വാമ്പയറുകൾ ആകർഷകരായ അനശ്വരരാണ്, സുന്ദരനും വശീകരിക്കുന്നവനും അനശ്വരനും. എന്നാൽ ഇന്ത്യൻ പുരാണങ്ങളിൽ ഈ ജീവികൾ ഭയാനകമാണ്. രൂപം മാറുന്ന ജീവികൾ, പ്രതികാരദാഹികളായ ആത്മാക്കൾ, രക്തത്തിൽ കുളിച്ച ഐതിഹ്യങ്ങൾ. യക്ഷിയെപ്പോലെ. നമ്മളിൽ ഭൂരിഭാഗം പേർക്കും പാശ്ചാത്യ വാമ്പയറിനെ നമ്മുടെ യക്ഷിക്കഥകളുമായി ബന്ധിപ്പിക്കാൻ പ്രയാസമാണ്. എന്നാൽ ഡൊമിനിക് അതിഗംഭീരമായൊരു കാര്യം ചെയ്യുന്നു. അദ്ദേഹം ആ പാലം പണിയുന്നു. അദ്ദേഹം നമുക്ക് അതിന്റെ കാമ്പിലേക്ക് നോക്കിയാൽ ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഒരു സൂപ്പർനാച്ചുറൽ ത്രില്ലറിനേക്കാൾ അപ്പുറമാണ്. അതൊരു പ്രസ്താവനയാണ്. മലയാള സിനിമ ട്രെൻഡുകളെ പിന്തുടരുകയല്ല, മറിച്ച് അവയെ മാറ്റിയെഴുതുകയാണെന്ന ധീരമായ ഓർമ്മപ്പെടുത്തൽ. സമ്പന്നവും നിഗൂഢവും വൈകാരികമായി വേരൂന്നിയതുമായ ഒരു ലോകത്തിലേക്കുള്ള വാതിലാണ് ഡൊമിനിക് അരുൺ തുറന്നിരിക്കുന്നത്. ഇതൊന്നാം അധ്യായം മാത്രമാണെങ്കിൽ കഥ അടുത്തതായി എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാണാൻ എനിക്ക് കാത്തിരിക്കാനാവില്ല. ഈ സിനിമ നമ്മെ രസിപ്പിക്കുക മാത്രമല്ല, അത് നമ്മെ വശീകരിക്കുന്നു. ഇത് കാണിച്ചു തരുന്നത് നിർമ്മാണ വൈദഗ്ധ്യം സംസ്കാരവുമായി കൂടിച്ചേരുമ്പോൾ, വികാരം ഭാവനയുമായി ചേരുമ്പോൾ സിനിമയ്ക്കിപ്പോഴും ജീവനുണ്ടെന്ന് തോന്നുമെന്നാണ്. ഇന്നത്തെ റിവ്യൂ ഇത്രയേയുള്ളൂ. ഈ വിശകലനം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മൂവി സ്റ്റെല്ലറിൽ ലൈക്ക് ചെയ്യാനും